ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS എസ്റ്റിമേറ്റർ ആണ്. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഡാറ്റ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തതെന്നതിനെ കുറിച്ച് കൺസേൺഡ് ആവാതെ OLS എസ്റ്റിമേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ OLS എസ്റ്റിമേറ്റർ ഹോൾഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് വി ആർ നോട്ട് കൺസേൺഡ്. OLS എസ്റ്റിമേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ OLS എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് OLS എസ്റ്റിമേറ്റർ നമുക്ക് ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ് ആൻഡ് വൈയിലൂടെ മാത്രമേ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് വാല്യൂസ് അറിയാതെ, അതിന്റെ ക്വാണ്ടിറ്റീസ് അറിയാതെ നമുക്ക് OLS എസ്റ്റിമേറ്റർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് എസ്റ്റിമേറ്റ്സ്, OLS എസ്റ്റിമേറ്റ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എസ്റ്റിമേറ്റർ ഉപയോഗിച്ച് എസ്റ്റിമേറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി OLS എസ്റ്റിമേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന എസ്റ്റിമേറ്റ്സിനെ നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ OLS എസ്റ്റിമേറ്ററിനെ നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് β1 ക്യാപ്പ് β2 ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇത് നോക്കാം. ഇവിടെ നമുക്കറിയാം എക്സ് വൈയുടെ വാല്യൂസ് നമുക്കറിയാം. ആ വാല്യൂസിന്റെ ഒബ്സർവബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതായത് നമുക്കറിയാം ഏതൊക്കെയാണ് വാല്യൂസ് എന്നുള്ളത്. ഇത് നോക്കാം. y എന്ന് പറയുന്നത് 4, 5, 7, 12. എക്സ് എന്ന് പറയുന്നത് 1, 4, 5, 6. ഒബ്സർവബിൾ വാല്യൂസ് ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ് ആൻഡ് വൈന്റെ വെളിച്ചത്തിലാണ് നമ്മൾ β1, β2 ഫൈൻഡ് ചെയ്യുന്നത്. β2 ക്യാപ്പ്, β1 ക്യാപ്പ് എന്ന് പറയുന്നതാണ് എസ്റ്റിമേറ്റർ. ഇവിടെ നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും. അതായത് β1 ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. β1 ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? y ബാർ മൈനസ് β2 ക്യാപ്പ് x ബാർ. ഇതാണ് β1 ക്യാപ്പ് എസ്റ്റിമേറ്റർ. ആ എസ്റ്റിമേറ്റർ നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ പോയിന്റ് എസ്റ്റിമേറ്റർ ആൻഡ് ദിസ് ഈസ് പോയിന്റ് എസ്റ്റിമേറ്റ് 1.572. കാരണം ഇതൊരു സിംഗിൾ വാല്യൂ ആണ് 1.572. അതേസമയം ഇന്റർവെൽ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ 1നും 2നും ഇടയിലായിരിക്കും ഈ തരിക. നമുക്ക് എക്സാക്ട്ലി ഒരു പർട്ടിക്കുലർ വാല്യൂ തരാതെ വി വിൽ ബി ഗിവൺ ആൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. β2 ക്യാപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ആണ്. ഇത് എസ്റ്റിമേറ്റ് ആണ്. ദിസ് ഈസ് പോയിന്റ് എസ്റ്റിമേറ്റ് ബിക്കോസ് ദർ ഈസ് ഓൺലി വൺ സിംഗിൾ ഫിഗർ. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു അല്ലെ? നമ്മൾ ഈ എസ്റ്റിമേറ്റർ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിഗ്രഷൻ ലൈൻ വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. ഈ xiയുടെ സമയത്ത് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് yയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഒരു xy കോർഡിനേറ്റിൽ നമുക്ക് ഇനി വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ y ആക്സിസിൽ y കാണിക്കുന്നു, x ആക്സിസിൽ x കാണിക്കുന്നു. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ x ആക്സിസിലും ഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ y ആക്സിസിലും കാണിക്കുന്നു. സോ XY കോർഡിനേറ്റ്സ് നമുക്ക് ഇനി ചെയ്യാൻ എളുപ്പമാണ്. എക്സിന് പകരം നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ y കിട്ടും. എക്സിന് പകരം 4 കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു പർട്ടിക്കുലർ y കിട്ടും. എക്സിന് പകരം 5 കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു പർട്ടിക്കുലർ y കിട്ടും. എക്സിന് പകരം 6 കൊടുത്താൽ നമുക്ക് ഒരു പർട്ടിക്കുലർ y കിട്ടും. ആ yനെയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ദീസ് ആർ ദ വൈസ്. എക്സിന് നമ്മൾ 1 കൊടുത്താൽ നമുക്ക് 2.929 കിട്ടും. അതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ്. ദിസ് ഈസ് ആക്ച്വൽ, ദിസ് ഈസ് എസ്റ്റിമേറ്റഡ്. ഇനി നമ്മൾ ഇവിടെ 4 കൊടുക്കണമെങ്കിൽ നമുക്ക് 7 കിട്ടും. 5 കൊടുത്താൽ നമുക്ക് 8.357 കിട്ടും. 6 കൊടുത്താൽ നമുക്ക് 9.714 കിട്ടും. നമുക്കിനി പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7 ഇവിടെ നമ്മൾ 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രെഡിക്റ്റഡ് വാല്യൂ കിട്ടും yi. ആക്ച്വലി നമ്മൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആക്ച്വലി. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. സോ ഇവിടെ ഇതാണ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ നമുക്ക് ഒരു XY കോർഡിനേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇത്
ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള, ഇത് നോക്കുക, സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സോ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള നമുക്കൊരു റിഗ്രഷൻ ലൈൻ കിട്ടും. ആ റിഗ്രഷൻ ലൈൻ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം റിഗ്രഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും റിഗ്രഷൻ ലൈൻ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ആണ്. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇവിടെ ഡിപെൻഡന്റ് വേരിയബിളും ആണ് കാണിക്കുക. ഇനി നമ്മൾ നോക്കുക, 1.572 ആണ് നമ്മുടെ ഇന്റർസെപ്റ്റ്. അതായത് എക്സ് 0 ആണെങ്കിൽ ഉള്ള വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.572. സോ ദിസ് വിൽ ബി അവർ β1 ക്യാപ്. ഇനി നമ്മൾ 1 ആവുമ്പോൾ 1ന് നേരെ നമുക്ക് 2.929 നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 1ന് നേരെ നമ്മൾ 2.929 മാർക്ക് ചെയ്യേണ്ടി വരും. 2ന് നേരെ നമ്മൾ 7 മാർക്ക് ചെയ്യേണ്ട, 4ന് നേരെ നമ്മൾ 7 മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 5ന് നേരെ 8.357 മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 6ന് നേരെ 9.714 മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നമുക്കൊരു YI ക്യാപ്പ് കിട്ടി. ദിസ് ഈസ് YI ക്യാപ്പ്. ഇതെന്തുകൊണ്ട് നമ്മൾ YI ക്യാപ്പ് എന്ന് വിളിച്ചു? ഇതാണ് YI ക്യാപ്പ്. സോ നമ്മുടെ ഇവിടെ എക്സിന് പകരം നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന YI ക്യാപ്സ് ആണ് ഇത്. ഇതാണ് നമ്മുടെ ആക്ച്വൽ Y. സോ ഇവിടെ നമുക്ക് YI ക്യാപ്പ് കിട്ടി. അപ്പോൾ ഇത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. വൈ ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്? ബിക്കോസ് ദർ ഇസ് എ പ്ലസ് സൈൻ. ഈ പ്ലസ് സൈൻ ആണ് positively sloped. If it is negative, then it will be negatively sloped. This is a straight line because it is linear. This is a linear function. Linear functional formula ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്? അതിൻ്റെ coefficients എല്ലാം raised to the power 1 ആണ്. So this is a linear function. Okay. ഇനി ഈ 1ന്റെ നേരെ നമ്മൾ, ഇതാണ് 1 അല്ലേ? എക്സ് 1 ആയ സമയത്താണ് നമ്മൾ ഇത് 2. This is estimated is 2.929. പക്ഷെ ആക്ച്വൽ വൈ എത്രയാണ്? ആക്ച്വൽ വൈ എന്ന് പറയുന്നത് 4 ആണ്. സോ ആക്ച്വൽ വൈ എന്ന് പറയുന്നത് സംവെയർ ഹിയർ 4. ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നുള്ളൂ. ഓക്കെ, ദിസ് ഈസ് എസ്റ്റിമേറ്റഡ്, ദിസ് ഈസ് ആക്ച്വൽ. സോ this difference is called UI cap. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മൈനസ് 2.929 ആയിരിക്കും. കാരണം ആക്ച്വൽ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ എസ്റ്റിമേറ്റഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ദാറ്റ് ഈസ് 1.071. ദിസ് വിൽ ബി 1.071. അതുപോലെ 4ന്റെ നേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് 4ന്റെ നേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. 5ന്റെ നേരെ നമുക്ക് കാണാൻ പറ്റും. 6ന്റെ നേരെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. അത് 3 ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്കുള്ളത്. ആ 3 ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്നാമത്തത് XY വാല്യൂസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് OLS എസ്റ്റിമേറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. OLS എസ്റ്റിമേറ്ററിൽ നിന്ന് കിട്ടുന്ന OLS എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്ന പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. കാരണം അതൊരു സിംഗിൾ വാല്യൂ ആണ് നമുക്ക് തരുന്നത്. ഇനി OLS എസ്റ്റിമേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ റിഗ്രഷൻ ലൈൻ എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് പറ്റും. ഈ 3 ന്യൂമറിക്കൽ പ്രോപ്പർട്ടി. പക്ഷേ നമ്മൾ ഈ സാമ്പിൾ റിഗ്രഷൻ ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഈ സാമ്പിൾ റിഗ്രഷൻ ലൈനിന്റെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, സാമ്പിൾ റിഗ്രഷൻ ലൈൻ വരച്ചാൽ അത് എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ കടന്നു പോകും. എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ കടന്നു പോകും. ഇവിടെ നോക്കുക, ഇത് വൈ ബാർ ആണ്, ഇത് എക്സ് ബാർ ആണ്. നമ്മൾ അതിന് നേരെ ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ട്. ആ ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ മാത്രമേ SRF കടന്നു പോവുള്ളൂ. ബിക്കോസ് SRF ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് β1 ക്യാപ്പ് β2 ക്യാപ്പിന്റെ ഇക്വേഷൻ അങ്ങനെയാണ്. ആ ഇക്വേഷന്റെ നേച്ചറാണത്. ആ ഇക്വേഷൻ കാരണം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന റിഗ്രഷൻ ലൈൻ എപ്പോഴും ഈ ഒരു എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ മാത്രമേ കടന്നു പോകുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് റിഗ്രഷൻ ലൈൻ.
സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂസിന്റെ മീനും എസ്റ്റിമേറ്റഡ് വൈ വാല്യൂസിന്റെ മീനും സെയിം ആയിരിക്കും. ആക്ച്വൽ വൈ വാല്യൂസിന്റെ മീനും എസ്റ്റിമേറ്റഡ് വൈ വാല്യൂസിന്റെ മീനും സെയിം ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ പ്രൂഫ് നമ്മൾ കാണിച്ചു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെയിൻ വാല്യൂ ഓഫ് റെസിഡ്യൂവൽ യു ഐ ക്യാപ് ഈസ് സീറോ. യു ഐ ക്യാപ്പിന്റെ മീൻ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം യു ഐ ക്യാപ്പ് എന്ന് പറയുന്നത് സീറോയാണ്, ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത്. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ ദാറ്റ് ഈസ് അവർ തേർഡ് പ്രോപ്പർട്ടി. അപ്പോൾ മെയിൻ പോയിന്റുകൾ നോക്കുക. ഒന്ന്, റിഗ്രഷൻ ലൈൻ വരച്ചാൽ അത് എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോവുക. 2, ആക്ച്വൽ വൈയുടെ മീനും എസ്റ്റിമേറ്റഡ് വൈയുടെ മീനും ഈക്വൽ ആയിരിക്കും. 3, റെസിഡ്യൂവൽസിന്റെ മീൻ എടുത്താൽ അത് 0 ആയിരിക്കും. ഓക്കെ. നാലാമത്തത്, നമുക്ക് ഇന്ന് 4ഉം 5ഉം ആണ് നമ്മൾ നോക്കുന്നത്. നാലാമത്തത് എന്ന് പറയുന്നത് റെസിഡ്യൂവൽസ് വൈ ഐ ക്യാപ്പുമായി പ്രെഡിക്റ്റഡ് വൈ ഐയുമായി അൺകോറിലേറ്റഡ് ആണ്. അതായത് ഈ നമ്മുടെ ഈ എക്സാമ്പിൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ, ഈ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഈ യു ഐ ക്യാപ്പ് ഈസ് അൺകോറിലേറ്റഡ് വിത്ത് വൈ ഐ ക്യാപ്പ്. അതാണ് ഇവിടെ എഴുതുന്നത്. അത് എങ്ങനെ അൺകോറിലേറ്റഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. When we multiply these together and taking the sum, then that will be 0. Okay. അതായത് നാലാമത്തെ പോയിന്റ് ആണ് നമ്മൾ എഴുതുന്നത്. നാലാമത്തെ പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the residual ui cap are uncorrelated with the predicted yi. So നമുക്കത് ഇങ്ങനെ എഴുതാം. sigma yi cap ui cap is equal to 0. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി. നിങ്ങൾ ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. സിഗ്മ വൈ ഐ ക്യാപ് യു ഐ ക്യാപ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഫൈനലി ഈ 0 കിട്ടും. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡെറിവേഷൻ നമുക്ക് നോക്കാം. സോ ഓക്കെ, അതിന് തൊട്ട് മുൻപ് ഈ ഡീവിയേഷൻ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡീവിയേഷൻ ഫോമിന്റെ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഡീവിയേഷൻ ഫോം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വൈ ഐ. ഈ സ്മോൾ ലെറ്റർ വൈ ഐ എന്ന് പറയുന്നത് എന്താണ്? വൈ ഐ മൈനസ് വൈ ബാർ ആണ്. ദിസ് വൺ. ഓക്കെ. സോ ഇവിടെ ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ബീറ്റ ടു ക്യാപ് എക്സ് ഐ, സ്മോൾ ലെറ്റർ എക്സ് ഐ കിട്ടും. ഈ സ്മോൾ ലെറ്റർ എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. പ്ലസ് യു ഐ ക്യാപ് കിട്ടും. യു ഐ ക്യാപ്. സോ ഇവിടെ നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ വൈ ഐ ആയിരിക്കില്ല അപ്പൊ ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്മോൾ ലെറ്റർ വൈ ഐ ആണ് ഉപയോഗിക്കുക. വൈ ഐ ക്യാപ്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് പറയാണ്. നമ്മൾ നാലാമത്തെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടി റെസിഡ്യൂവൽ യു ഐ ക്യാപ് ആർ അൺകോറിലേറ്റഡ് വിത്ത് പ്രെഡിക്റ്റഡ് വൈ ഐ ക്യാപ്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡീവിയേഷൻ ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഡീവിയേഷൻ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീവിയേഷൻ ഫോമിന്റെ ഡെറിവേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയെങ്കിൽ നമുക്കത് കിട്ടും എങ്ങനെയാണ് നമ്മൾ ആ ഡീവിയേഷൻ ഫോം കണ്ടത് എന്നുള്ളത്. നമ്മൾ ഒറിജിനൽ ഫോമിൽ നിന്ന് നമ്മൾ മീൻ വൈ ബാർ ഈസ് ഇക്വൽ ടു ബീറ്റ 1 ക്യാപ് പ്ലസ് ബീറ്റ 2 ക്യാപ് എക്സ് ബാർ മൈനസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത്. വൈ ഐ ഈസ് ഇക്വൽ ടു ബീറ്റ yi cap. So this yi cap is actually
ക്യാപിറ്റൽ yi മൈനസ് y ബാർ ആണ്. ദിസ് xi ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ xi മൈനസ് x ബാർ ആണ്. അപ്പൊ ഇവിടെ β1 ഇല്ല, കാരണം നമ്മൾ ആ ഒരു സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ β1 രണ്ട് ഇക്വേഷനൊന്നും ഇല്ലാതായി. അങ്ങനെയാണ് അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇതിന്റെ പ്രൂഫാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ദിസ് yi ക്യാപ് ഈസ് yi ui ക്യാപ് സിഗ്മ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഇതിന്റെ yi ക്യാപ്പും കൂടി നമുക്കൊന്ന് എഴുതാം. ദിസ് yi ക്യാപ് ഈസ് ആക്ച്വലി, ഇത് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ നിന്ന് നമ്മൾ മാറ്റി β2 ക്യാപ് xi ഇങ്ങനെ എഴുതാം നമുക്ക്. കാരണം ഇവിടെ നമ്മൾ ക്യാപ്പ് വന്നപ്പോൾ മീനാണ്, ഇത് മീനാണ്. സോ നമ്മൾ ഈ മീൻ വാല്യൂ ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതാണ് നമ്മൾ ഇപ്പോഴും എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ui ക്യാപ്പിന്റെയും yi ക്യാപ്പിന്റെയും സിഗ്മ ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഈ ui ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ui ക്യാപ്പ് എന്ന് പറയുന്നത് yi മൈനസ് β2 ക്യാപ് xi എന്നായിരിക്കും. ഇത് നമ്മൾ ഇവിടെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, ശരി. ഓക്കെ, എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ? ആ സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്തെന്ന് മാത്രം. ഇന്ന് ഞാൻ പറയുന്നത് 4ാമത്തെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി. എന്താണ് പ്രോപ്പർട്ടി? റെസിഡ്യൂവൽ ui ആർ അൺകോറിലേറ്റഡ് വിത്ത് ദ പ്രെഡിക്റ്റഡ് yi. ഇതാണ് അതിന്റെ പ്രൂഫ്. നമ്മൾ ഇതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ yi ക്യാപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സിഗ്മ എഴുതുന്നില്ല, വെറുതെ നിങ്ങൾക്ക് ഈ ഒരു yi ക്യാപ്പ് ui ക്യാപ്പ് എന്ന് എഴുതുകയാണേ. ui ക്യാപ്പ് ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണേ. ഇത് ഫസ്റ്റ്, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ, ദിസ് ഈസ് ദ ഫോർത്ത് പ്രോപ്പർട്ടി. എന്തിന്റെ? നമ്മുടെ റിഗ്രഷൻ ലൈനിന്റെ ഫോർത്ത് പ്രോപ്പർട്ടിയാണ് എഴുതിയത്. അപ്പോ yi ക്യാപ്പ് ui ക്യാപ്പ് ഞാൻ സിഗ്മ എഴുതിയിട്ടില്ല കേട്ടോ ഇവിടെ. അപ്പൊ yi ക്യാപ്പ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇതാണ് നമ്മുടെ yi ക്യാപ്പ്. നമ്മൾ ഡീവിയേഷൻ ഫോം ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ, ഡീവിയേഷൻ ഫോം. സോ β2 ക്യാപ് xi then നമുക്ക് ui ക്യാപ്പ് multiplied by ui ക്യാപ്പ്. എന്താ ചെയ്ത്? ഈ yi ക്യാപ്പിന് വരെ നമ്മൾ ഇത് എഴുതി, β2 ക്യാപ് xi എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്തു? ui ക്യാപ്പ് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഈ സൈഡ് ഇതിനെ സം ചെയ്യണം. കാരണം നമുക്ക് ഈ രണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ സം ആണ് 0 ആയിട്ട് കിട്ടേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഇത് എക്സാക്ട്ലി വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് yi ആണ്. ശരിക്കും നമുക്ക് yi മൈനസ് y ബാർ കാണണം. എന്നിട്ട് ആ y ബാർ അതാണ് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നേരെ ഇത് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിയർലി 0 ആയി കിട്ടും. ഇത് മൈനസ് ഇതിന്റെ y ബാർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും 28/4. അപ്പോൾ ഇതിന്റെ y ബാർ നമുക്ക് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. y ബാർ എത്രയാണ്? 7 ആണ് എന്റെ y ബാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം 7 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? yi ക്യാപ്പ് കിട്ടും. അപ്പൊ നമ്മളത് ഇപ്പൊ ഫൈൻഡ് ചെയ്യുന്നില്ല, ഈ ടേബിളിൽ അത് ക്ലിയർ അല്ല. എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, നമ്മൾ എടുക്കുന്നത് സ്മോൾ yi ക്യാപ്പ് ആണ് നമ്മൾ എടുക്കുന്നത്. സ്മോൾ yi ക്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവണം, ദാറ്റ് ഈസ് yi മൈനസ് y ബാർ ആണ് ഇവിടെ നമ്മൾ
ഈ സ്മോൾ വൈ ഐ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയേക്കത് വൈ ഐ ആക്ച്വലി വൈ ഐ ഈസ് ഈക്വൽ ടു minus y bar. Okay. xi എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ xi മൈനസ് എക്സ് ബാർ. അപ്പൊ ഇത് ഡീവിയേഷൻ ഫോം ആണ്. yi ക്യാപ്പ് എന്ന് പറയുന്നത് ഡീവിയേഷൻ ഫോം ആണ്. അപ്പോൾ yi ക്യാപ്പ് ഈസ് ഇക്വൽ ടു ബീറ്റ 2 ക്യാപ്പ് xi. അത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ui. ഇത് നമ്മൾ ഇതിനെ സം ചെയ്യുന്നതാണ്. ഇത് ഐ ഉണ്ട്, ഐ നമ്പേഴ്സ് ഉണ്ട്, 1 to n ആണ് ഐ എന്ന് പറയുന്നത്. സോ സം ചെയ്യണം yi ക്യാപ്പ് ui ക്യാപ്പ്. ഓക്കെ, ഇതാണ് നമ്മൾ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്ത് ഇത് നോക്കാം. yi ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ബീറ്റ 2 ക്യാപ്പ് നമ്മൾ സിഗ്മ ചെയ്യണം. സോ നമുക്ക് അതൊന്ന് ചെയ്താൽ ഇവിടെ ഈ സൈഡ് നമ്മൾ സിഗ്മ ചെയ്യണം. അപ്പൊ നമുക്ക് ബീറ്റ 2 ക്യാപ്പ് സിഗ്മ xi ui ക്യാപ്പ്. നമ്മളിവിടെ സിഗ്മ ചെയ്തത് നമ്മളിവിടെ സിഗ്മ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സിഗ്മ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ബീറ്റ 2 ക്യാപ്പ് സിഗ്മ xi ui ക്യാപ്പ്. ഇനി ui ക്യാപ്പ് ഇവിടെ നമുക്ക് ui ക്യാപ്പ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ui ക്യാപ്പ് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ui ക്യാപ്പ് എന്താണ്? ഇവിടുന്ന് ui ക്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ എന്താണ് ui ക്യാപ്പ്? yi മൈനസ് yi മൈനസ് ബീറ്റ 2 ക്യാപ് xi. യെസ് yi മൈനസ് ബീറ്റ 2 ക്യാപ്പ് xi. ഇതാണ് നമ്മുടെ ui ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യു ആർ റൈറ്റ്. അപ്പൊ നമുക്കിവിടെ ui ന് വരെ നമ്മൾ ഇനി ഇത് ഉപയോഗിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ബീറ്റ 2 ക്യാപ്പ് സിഗ്മ xi. ഓക്കെ, ഇനി നമ്മൾ എന്താ ഉപയോഗിക്കാൻ പോകുന്നത്? ui ന് വരെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. സോ ബ്രാക്കറ്റില് yi മൈനസ് ബീറ്റ 2 ക്യാപ്പ് xi. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ui ന് വരെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഇത് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചു. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പോർഷനെ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഈ രണ്ട് ഐറ്റം ഉണ്ടല്ലോ ഇവിടെ, അതായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് ബീറ്റ 2 ക്യാപ്പ് സിഗ്മ xi yi കിട്ടും. ഓക്കെ, കാരണം നമ്മൾ ഈ ഇതിനെ നമ്മൾ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് സിഗ്മ xi ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഈ പോർഷനെ നമ്മൾ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി മൈനസ്. ഇനി ഈ പോർഷൻ നമ്മൾ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ രണ്ട് ബീറ്റ 2 ഉണ്ട്, ബീറ്റ 2 ക്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ബീറ്റ 2 ക്യാപ്പ് സ്ക്വയർ കിട്ടൂലേ? ഓക്കെ, അപ്പൊ ബീറ്റ 2 ക്യാപ്പ് സ്ക്വയർ ആയി. പിന്നെ സിഗ്മ xi ഇവിടെ xi ഉണ്ട്. അപ്പൊ സിഗ്മ xi സ്ക്വയർ ആയി. സിഗ്മ xi സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? ബീറ്റ 2 ക്യാപ്പ് സിഗ്മ xi, ബീറ്റ 2 ക്യാപ്പ് സിഗ്മ xi, ബീറ്റ 2 ക്യാപ്പ് സിഗ്മ xi സ്ക്വയർ. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ്
ഇവിടെ കാണിച്ചിരിക്കുന്നത് β2 ക്യാപ്പ് സ്ക്വയർ ആണ്, പിന്നെ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ ഇതെങ്ങനെ β2 ക്യാപ്പ് സ്ക്വയർ ആയി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. സിഗ്മ എക്സ് ഐ മൈനസ് ഇങ്ങനെ രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് ഇവിടെ സീറോ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അത് എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല. ഇവിടെ β2 ക്യാപ്പ് സ്ക്വയർ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നേരെ പിന്നെ അടുത്ത സ്റ്റെപ്പ് കാണിക്കുന്നത് ഇതാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് മുൻപൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഉണ്ട്, എന്നാലാണ് നമുക്ക് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എത്താനായിട്ട് പറ്റും. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ β2 ക്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് നമുക്ക് അറിയാമോ? β2 ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? β2 ക്യാപ്പ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ വൈ ഐ ഡീവിയേഷൻ ഫോം ആണ്, ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഇത് ഓർമ്മയുണ്ടാവും നമുക്ക്. ഈ β2 ക്യാപ്പ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ വൈ ഐ. ഈ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ, ദിസ് ഈസ് വൈ ഐ മൈനസ് വൈ ബാർ, ദിസ് ഈസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇത് ഡീവിയേഷൻ ഫോം ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ β2 ക്യാപ്പ് ഓക്കെ സിഗ്മ എക്സ് ഐ വൈ ഐ ഞാൻ ആദ്യം എഴുതുകയാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഈ സ്റ്റെപ്പ് ടെക്സ്റ്റ് ബുക്കിലില്ല, നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. ഇനി മൈനസ് ഈ ഭാഗം നമ്മൾ അതെവിടെ എഴുതണം, അതായത് ദാറ്റ് ഈസ് β2 ക്യാപ്പ് സ്ക്വയർ സിഗ്മ എക്സ് എക്സ് ഐ സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ എന്തിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ, β2 സിഗ്മ എക്സ് ഐ വൈ ഐ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ അതിനെ ഈ സിഗ്മ എക്സ് ഐ വൈ ഐനെ സിഗ്മ എക്സ് ഐ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ സിഗ്മ എക്സ് ഐ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. ദിസ് ക്യാൻ ബി ക്യാൻസൽഡ് വിത്ത് ദിസ് വൺ. സോ ഇത് ബാലൻസിങ് ആണ്, മനസ്സിലായോ? ഞാനിവിടെ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഈ സെയിം കാര്യം തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഈ രണ്ട് കാര്യങ്ങൾ ആക്ച്വലി ഈക്വൽ തന്നെയാണ്. ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ ഒരു സാധനം വെച്ച് ചെയ്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ അതേ സാധനം വെച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് തന്നെ കിട്ടും. പക്ഷെ നമ്മളിവിടെ പർപ്പസ് ഇത് സീറോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പർപ്പസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിന്റെ പ്രൂഫാണ്. അപ്പോൾ ആക്ച്വലി ദിസ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഈ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? β2 ക്യാപ്പ് ആണ് അല്ലെ? അപ്പൊ ഇത് ആക്ച്വലി β2 ക്യാപ്പ് ആണ്. അപ്പൊ β2 ക്യാപ്പ് മൾട്ടിപ്ലൈഡ് ബൈ β2 ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? β2 ക്യാപ്പ് സ്ക്വയർ. Yes, β2 ക്യാപ്പ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ഈ സംഭവം കൂടി എഴുതുന്നു ഇവിടെ. അപ്പൊ സിഗ്മ എക്സ് ഐ സ്ക്വയർ, അതായത് ഇത് ഇപ്പൊ സെയിം ആണ്. ഈ കാര്യം തന്നെയാണ് ഇപ്പൊ ഈ താഴെ എഴുതിയിരിക്കുന്നത്. മൈനസ് ഇതെന്താ വന്നേക്കുന്നത്? β2 ക്യാപ്പ് സ്ക്വയർ സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഇത് രണ്ട് സെയിം അല്ലേ?
beta 2 cap square sigma xi square beta 2 cap square sigma xi square that is equal to 0. So നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? That is sigma yi cap multiplied by ui cap is equal to 0. That is, these two are uncorrelated. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പറഞ്ഞു. ഈ predicted yi-യും എസ്റ്റിമേറ്റഡ് ui ക്യാപ്പും അൺകോറിലേറ്റഡ് ആണ്. അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സപ്പോസ് ഈ പോയിന്റുകൾ മാത്രം എഴുതിയാലും മതി. എങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇത് എങ്ങനെയാണ് ഇത് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നേരെ ഈ സ്റ്റെപ്പാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയെന്ന്, ഈ സംഭവം എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് പറയാം. ഫോർത്ത് പ്രോപ്പർട്ടി ഓഫ് റിഗ്രഷൻ ലൈൻ, സിഗ്മ yi cap ui cap is equal to 0. അതായത് residual ui's are uncorrelated with the predicted value. ഇവിടെ നമ്മൾ യൂസിങ് ദി ഡീവിയേഷൻ ഫോം ആണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഡീവിയേഷൻ ഫോം നമ്മൾ നേരത്തെ ഈ ഡീവിയേഷൻ ഫോമിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഡെറിവേഷൻ നമ്മൾ ഈ ഡീവിയേഷൻ ഫോം എന്തായാലും പഠിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് എന്തായാലും പഠിക്കണം. അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സിലബസിൽ ചോദിച്ചിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ പഠിക്കണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുണ്ട് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള. ഇനി ആ ഡീവിയേഷൻ ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ പ്രൂഫ് എഴുതുന്നത്. അപ്പൊ സിഗ്മ yi cap ui cap ഷുഡ് ബി ഈക്വൽ ടു 0. അതാണ് ഈ അൺകോറിലേറ്റഡ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ അൺകോറിലേഷൻ ആണ്. ഈ ui cap എസ്റ്റിമേറ്റഡ് yi capനെ സ്വാധീനിക്കുന്നില്ല. അപ്പൊ അൺകോറിലേറ്റഡ് എന്നാണ് നമ്മളിവിടെ കാണിക്കുക. ഈ അൺകോറിലേറ്റഡ് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ സമ്മിനെ ഈക്വൽ ടു 0 എന്ന് കാണിച്ചു. അപ്പോൾ yi cap എന്ന് പറയുന്നത് ബീറ്റ 2 cap xi ആണ്. yi cap beta 2 cap xi, this is beta 2 cap xi yi ui cap. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ സം ചെയ്തപ്പോൾ നമുക്ക് ബീറ്റ 2 cap സിഗ്മ xi ui കിട്ടി. ഇനി ഈ പോർഷൻ ഇപ്പൊ ui ക്യാപ്പിന് വരെ നമ്മൾ എന്ത് ചെയ്തി, ui ക്യാപ്പിന് വരെ നമ്മൾ yi മൈനസ് yi ക്യാപ്പ്, ദാറ്റ് ഈസ് yi മൈനസ് ബീറ്റ 2 cap xi എന്ന് എഴുതി. അപ്പൊ അതാണ് ഇവിടെ ui എന്ന് എഴുതിയിരിക്കുന്നത്. yi മൈനസ് yi ക്യാപ്പ്. yi ക്യാപ്പ് എന്ന് പറയുന്നത് ബീറ്റ 2 cap xi ആണ്. സോ ദിസ് ഇവിടെ. ഇനി ഈ പോർഷൻ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ബീറ്റ 2 cap സിഗ്മ xi yi ബീറ്റ 2 cap സിഗ്മ xi സ്ക്വയർ, ബീറ്റ 2 cap സ്ക്വയർ, ഇവിടെ ബീറ്റ 2 cap ഉണ്ട്. അപ്പോൾ ബീറ്റ 2 cap സ്ക്വയർ സിഗ്മ xi സ്ക്വയർ. അതിന് ശേഷമുള്ള സ്റ്റെപ്പ് അത് നമ്മൾ ഇവിടെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ഇവിടെ നേരെ പിന്നെ ഈ സ്റ്റെപ്പാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ ഒരു സ്റ്റെപ്പിന് മുൻപ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് ബീറ്റ 2 സ്ക്വയർ ഇവിടെ കിട്ടി xi, എന്നാലേ രണ്ടും പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്ത് 0 കിട്ടും. അത് കിട്ടാൻ കാരണം ഈ ഇക്വേഷൻ ബീറ്റ 2 cap എന്ന് പറയുന്നത് സിഗ്മ xi ഡിവൈഡഡ് ബൈ സിഗ്മ xi സ്ക്വയർ ആണ്, നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഒരു ഡിനോമിനേറ്റർ ആയിട്ട് സിഗ്മ xi സ്ക്വയർ ആഡ് ചെയ്തിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതേ ഡിനോമിനേറ്റർ കൊടുത്ത സംഭവം തന്നെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ ആക്ച്വലി എന്ത് കിട്ടും, ഇത് തന്നെ കിട്ടും. ഇതും ബാലൻസ് ചെയ്തു പോകും. അതായത് ഇത് നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇത് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ കാരണം ഈ ബീറ്റ 2 cap സ്ക്വയർ കിട്ടാനായിട്ടാണ്. അപ്പൊ ഇവിടെ ഇത് ബീറ്റ 2 cap ആണ്, ഇത് ബീറ്റ 2 cap ആണ്. അപ്പൊ നമ്മൾ ഇതിനെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടി, പിന്നെ സിഗ്മ xi സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ബീറ്റ 2 cap സ്ക്വയർ സിഗ്മ xi സ്ക്വയർ. ഇപ്പൊ രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ that becomes 0. So sigma xi cap ui cap is equal to 0. This is our thing. Okay. ഇതാണ് നമ്മുടെ പ്രൂഫ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി, കുഴപ്പമില്ല.
പക്ഷെ ഡീവിയേഷൻ ഫോം എന്തായാലും പഠിക്കണേ. ഓക്കെ, ലാസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് ഇതൊക്കെയാണ്. ഈ ഡീവിയേഷൻ ഫോം നിങ്ങൾ പേടിക്കേണ്ട, ഇത് നമുക്ക് കാര്യമായിട്ടൊന്നും വരുന്നില്ല, കുറച്ചേ വരുന്നുള്ളൂ ഡീവിയേഷൻ ഫോംസ് ഒക്കെ. അപ്പൊ ഇവിടെ വന്നെന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്ത്. ലാസ്റ്റത്തെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡ്യൂവൽ യു ഐസ് ആർ അൺകോറിലേറ്റഡ് വിത്ത് എക്സ് ഐ. യു ഐ ക്യാപ്പ് എക്സ് ഐയുമായി അൺകോറിലേറ്റഡ് ആണ്. അതായത് നമ്മുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത പ്രോബ്ലം നോക്കുകയാണെങ്കിൽ, ടേബിൾ നോക്കിയാൽ യു ഐ ക്യാപ്പ് എക്സ് ഐയുമായി അൺകോറിലേറ്റഡ് ആണ്. അതായത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ സം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, എക്സ് ഐയും യു ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സിഗ്മ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി 0. അതാണ് സിഗ്മ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദിസ് വൺ റെസിഡ്യൂവൽ യു ഐ ആർ അൺകോറിലേറ്റഡ് വിത്ത് എക്സ് ഐ. അപ്പോ അതിന്റെയും കൂടി ഒന്ന് ഡെറിവേഷൻ ഇവിടെ തന്നിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിലും ഡെറിവേഷൻ തന്നിട്ടില്ല, അപ്പൻഡിക്സിലുണ്ടെന്നാണ് പറയുന്നത്. സോ ജസ്റ്റ് അതൊന്നും നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും ഇത്രയും കണ്ടല്ലേ. അഞ്ചാമത്തത് എന്താണ് പറയുന്നത്? ഫിഫ്ത്ത് വൺ ഈസ് സിഗ്മ യു ഐ ക്യാപ് then xi, this is capital letter xi, not small letter xi. So xi is equal to 0. xi minus x bar അല്ല, വെറും xi ആണ്. ui cap, that is yi minus yi cap, that is ui cap. Okay, so ഇവിടെ നമ്മൾ പ്രൂഫായിട്ട് നമ്മൾ ആക്ച്വലി സ്വീകരിക്കുന്നത്, നമ്മൾ ചെയ്തു പോയ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പ്രൂഫായിട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ മിനിമൈസ് ചെയ്യലായിരുന്നു നമ്മുടെ OLSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, അല്ലെ? ഈ യു ഐ ക്യാപ് സ്ക്വയറിനെ മിനിമൈസ് ചെയ്യുക, അതായത് ഇതിനെ ഏറ്റവും 0 ആക്കുക. ഇതായിരുന്നു നമ്മുടെ OLSന്റെ ഏറ്റവും ലോജിക്. ഇതിനെ 0 ആക്കുന്ന β1 ക്യാപ് β2 ക്യാപ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലോജിക്. അപ്പൊ ഇത് ആക്ച്വലി എന്താന്ന് നമുക്കറിയാം. നമ്മളിപ്പോ സിഗ്മ yi ക്യാപ് എന്ന് പറയുന്നത് yi മൈനസ് yi ക്യാപ് ആണ് യു ഐ ക്യാപ് എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെ? yi ക്യാപ് ഇത് യു ഐ ആണ്. ഇനി ഇതിന്റെ സ്ക്വയറിന്റെ സം. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് ഇതാണ് യു ഐ, അതിന്റെ സ്ക്വയറിന്റെ സം ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതാണ് യു ഐ ക്യാപ് സ്ക്വയർ, സം ഓഫ് സ്ക്വയർഡ് റെസിഡ്യൂവൽസ്. സോ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് സിഗ്മ yi മൈനസ് β1 ക്യാപ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, ഇത് നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം കേട്ടോ. β1 ക്യാപ് മൈനസ് β2 ക്യാപ് xi. ഇനി ഇവിടെ സ്ക്വയർ ഉണ്ട്, അല്ലെ? സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി ഞാൻ ഇത് പ്രൂവ് ചെയ്യാൻ വരെയാണ് കേട്ടോ, ഇത് പ്രൂവ് ചെയ്ത് വരെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതറിയാം, അല്ലെ? നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് β2 ക്യാപ് വെച്ചിട്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുകയാണെങ്കിൽ എന്തിന്റെ സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ ഉണ്ട്. നമുക്കറിയാം ഈ 2 നമുക്ക് ഇവിടേക്ക് വരും 2. പിന്നെ നമ്മൾ
ഇത് സിഗ്മ, നമ്മൾ ഈ പോർഷനെ അതേപടി തന്നെ നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് സിഗ്മ yi മൈനസ് β1 cap minus β2 cap xi. അതിനുശേഷം നമ്മൾ ഈ പോർഷന്റെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു β2 ക്യാപ്പിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ β2 ക്യാപ്പില്ല, നമുക്ക് അത് 0 ആണ്. ഇവിടെ β2 ക്യാപ്പില്ല, അത് 0 ആണ്. ഇവിടെ β2 ക്യാപ്പ് ഉണ്ട്, പക്ഷെ ഇറ്റ് ഈസ് റേസ് ടു ദ 1. അപ്പോൾ ഇത് 1 ആണ്. ഇറ്റ് ഈസ് റേസ് ടു ദ 1. അപ്പോൾ 1 into 1 minus 0 ആണ്. സോ 1 into β2 cap raised to the power 0. 1 minus 1, 0. So that will become β2 cap raised to 0 become 1. And minus 1 multiplied by xi, that is minus xi. Minus xi. Okay. ഇതൊക്കെ നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളാണ്. നമ്മൾ β2 ഫൈൻഡ് ചെയ്യാൻ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താണ് ഇത്? നമുക്ക് ഇങ്ങനെ ഈ മൈനസ് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഈ 2ലേക്ക്. അപ്പോൾ 2 പിന്നെ നമുക്ക് -2 സിഗ്മ. ഓക്കെ, ഇനി ഇതെന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതും മനസ്സിലായി. ഇതാണ് ഫസ്റ്റ് റൂൾ ഓഫ് നെസസറി കണ്ടീഷൻ. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 0 ആണെന്നുള്ളത്. This is equal to 0. Okay. So നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? yi minus β1 cap minus β2 cap xi multiplied by xi is equal to 0. Okay. -2 നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് വരും? പിന്നെ സിഗ്മ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. സിഗ്മ ഇതെന്താണ്? ഈ പോർഷൻ നമ്മൾ എന്താ വിളിക്കുക? ഇതെന്താണ്? yi മൈനസ് β1 ക്യാപ് മൈനസ് β2 ക്യാപ് xi എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഈസ് ദിസ്? yi മൈനസ് yi ക്യാപ്. ഇത് yi ക്യാപ് ആണ് അല്ലേ? yi മൈനസ് yi ക്യാപ്. ഇപ്പൊ എന്ത് കിട്ടും? അത് yi മൈനസ് yi ക്യാപ് ui ക്യാപ്. ശരിയാണ്, ui ക്യാപ്. yi മൈനസ് yi ക്യാപ്, അതാണ് ഈ yi ക്യാപ് ആണ് β1 പ്ലസ് β2 xi എന്നാണ്, β2 ക്യാപ് xi. അപ്പൊ yi നിന്ന് നമ്മൾ yi ക്യാപ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ui ക്യാപ് കിട്ടും. ഇനി ഇവിടെ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? ഇത് മൾട്ടിപ്ലൈഡ് ബൈ xi is equal to 0. ഇതന്നെയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് എന്താണ്? that is sigma ui cap xi is equal to 0. അതായത് xi-യും ui ക്യാപ്പും അൺകോറിലേറ്റഡ് ആണ്. ui ക്യാപ്പ് മൾട്ടിപ്ലൈഡ് ബൈ xi ക്യാപ്പ് എല്ലാം ഫൈൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. സിഗ്മ ui ക്യാപ്പ് xi ഈസ് ഈക്വൽ ടു 0. അപ്പൊ അതിന്റെ പ്രൂഫാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ദ പ്രൂഫ്. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരൊറ്റ സെന്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. യു ക്യാൻ റൈറ്റ് ദിസ് ആസ് പ്രൂഫ്.
സോ എന്താണ് എഴുതിയത്? നമ്മൾ സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ ദാറ്റ് ഈസ് സിഗ്മ വൈ ഐ മൈനസ് വൈ ഐ ക്യാപ് ഹോൾ സ്ക്വയർ. ഈ വൈ ഐ ക്യാപ്പിന് പകരം നമ്മൾ എന്ത് ചെയ്തി? വൈ ഐ മൈനസ് β1 മൈനസ് β2 ക്യാപ് എക്സ് ഐ സ്ക്വയർ. ദെൻ നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു β2 ക്യാപ് നമ്മൾ പാർഷ്യലി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തു. സോ then 2 sigma ya minus β1 cap minus β2 cap xi multiplied by minus xi. Then it will be transformed to minus 2 sigma ya minus β1 cap minus β2 cap xi multiplied by xi, that is equal to 0. So this portion is actually ui cap. So sigma ui cap multiplied by xi is equal to 0. That is our result. Sigma ui cap xi is equal to 0. So നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഫിനിഷ് ആയി. ഓക്കെ, ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ 2 ക്ലാസ് എടുത്തു തീരാനായിട്ട്. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് 3 എണ്ണവും പിന്നെ ഈ ഒരു 5 പോയിന്റ്സും ആണ് നമുക്ക് എഴുതേണ്ടത്. ഞാൻ ഇന്ന് എത്ര എടുക്കുന്ന അസംഷൻസിലേക്ക് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ്. അസംഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. എന്താണ് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS എസ്റ്റിമേറ്റർ? ഓക്കെ, ശരിക്കും ഇത് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ പോയിന്റ് ആണ്. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് ദാറ്റ് ഹോൾഡ് as a consequence of use of ordinary least squares regardless of how the data are generated. ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്ത് നോക്കാതെ നമ്മൾ OLS ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഹോൾഡ് ചെയ്യും. അതായത് OLS എസ്റ്റിമേറ്റർ ഏത് പൊട്ട സാമ്പിളിൽ ഉപയോഗിച്ചാലും, അതായത് സാമ്പിൾ എങ്ങനെ എടുത്താലും, അതായത് സാമ്പിൾ നമുക്ക് വളരെ തെറ്റായിട്ട് നമുക്ക് സാമ്പിളുകളൊക്കെ എടുക്കാം. ഏത് സാമ്പിൾ എടുത്താലും പക്ഷേ ഈ പ്രോപ്പർട്ടീസ് എല്ലാം വർക്ക് ചെയ്യും. ഒന്ന്, എക്സും വൈന്റെ വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ OLS എസ്റ്റിമേറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. 2, OLS എസ്റ്റിമേറ്റ് തരുന്നത് എപ്പോഴും പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. 3, OLS എസ്റ്റിമേറ്റ്സ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ β1 ക്യാപ്പ് β2 ക്യാപ്പിന്റെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിഗ്രഷൻ ലൈൻ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ദീസ് ആർ ദ 3 പ്രോപ്പർട്ടീസ്. അതിന് സാമ്പിൾ എങ്ങനെ ഡിറൈവ് ചെയ്തു, എക്സ് വാല്യൂവും വൈ വാല്യൂസ് എങ്ങനെ നമുക്ക് കിട്ടിയെന്നുള്ളതൊന്നും വിഷയമല്ല. ഓക്കെ, ഇനി ഈ സാമ്പിൾ റിഗ്രഷൻ ലൈനിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സാമ്പിൾ റിഗ്രഷൻ ലൈൻ വരച്ചാൽ അതെപ്പോഴും എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ കടന്നു പോകുള്ളൂ. കാരണം അതിന്റെ ഫോർമുലാസ് അങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്മള് ആക്ച്വൽ വൈ, ഈ എസ്റ്റിമേറ്റഡ് വൈ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. ഈ റിഗ്രഷൻ ലൈനിലേക്ക് നമ്മൾ എക്സ് ഐ എല്ലാം ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ ഐക്ക് കിട്ടും. ഇവിടെ നമ്മൾ ഈ എക്സ് ഐ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന എക്സ് ഐ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈ ഐ വാല്യൂസ് കിട്ടും. ഈ വൈ ഐ വാല്യൂസിന്റെ മീനും ആക്ച്വൽ വൈയുടെ മീനും സെയിം ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഇത് OLS മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുള്ളൂ. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ UI ക്യാപ്പിന്റെ മീൻ നമുക്ക്, അതായത് ഈ YI മൈനസ് YI ക്യാപ്പാണ് UI ക്യാപ്പ്. അതിന്റെ മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം സമ്മ് UI ക്യാപ്പിന്റെ സം ചെയ്താൽ തന്നെ 0 ആയിരിക്കും. സോ സം 0 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് UI ക്യാപ്പ്, അതായത് റെസിഡ്യൂവൽസ്, അത് YI ക്യാപ്പുമായി അൺകോറിലേറ്റഡ് ആണ്. അൺകോറിലേഷൻ കാണിക്കാനായിട്ടാണ് നമ്മൾ YI ക്യാപ്പും UI ക്യാപ്പും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. റെസിഡ്യൂവൽസ് പ്രെഡിക്റ്റഡ് വൈയുമായി അൺകോറിലേറ്റഡ് ആണ്. ഇതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെസിഡ്യൂവൽസ് XIയുമായി അൺകോറിലേറ്റഡ് ആണ്. റെസിഡ്യൂവൽസ് XIയുമായി അൺകോറിലേറ്റഡ് ആണ്. ഇതാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 5 ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. അവിടെ നമ്മൾ ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും.
എക്സ് ഐ വൈ ഐയുടെ ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. സോ